നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. പാനൂർ അഗ്നിരക്ഷാ നിലയത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. KP മോഹനൻ MLA അധ്യക്ഷത വഹിച്ചു. പാനൂർ അഗ്നിരക്ഷാ നിലയത്തിനായി പുതിയതായി പണി കഴിപ്പിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. 32 വർദ്ധിക്കുകയും കേരളത്തിൽ ദുരന്ത നിവാരണ രംഗത്ത് അതുല്യമായ സേവനമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് നടത്തുന്നത്. ഫസ്റ്റ് റെസ്പോൺസ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സേനാ വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിനെ ആധുനികവൽക്കരിക്കുന്ന കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമായ സമീപനമാണ് സംസ്ഥാനം സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തെ അനുഭവമെടുത്താൽ 251 കോടി രൂപയാണ് സേനയുടെ നവീകരണത്തിന് വേണ്ടി ചെലവിട്ടത്. 4,25,00,000 രൂപ ചെലവഴിച്ചാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. ചടങ്ങിൽ KP മോഹനൻ MLA അധ്യക്ഷത വഹിച്ചു. രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് കുന്നോത്തുറമ്പ് ഭാഗത്ത് വലിയൊരു തീപിടുത്തം ഉണ്ടായിട്ട് അവരെ രക്ഷപ്പെടുത്താൻ ഇവിടുത്തെ ഫയർ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ ഫയർ സ്റ്റേഷൻ എന്നത് അനിവാര്യമാണ് എന്ന് മാത്രമല്ല, അത് പ്രദേശത്തിൻ്റെ ഏറ്റവും ആവശ്യമുള്ളൊരു ഘടകവുമാണ്. എല്ലാ ഫയർ സ്റ്റേഷനുകളിലും നമുക്കറിയാം വളരെ ജാഗ്രതയോടുകൂടി അടുത്ത കാലത്തൊക്കെ തന്നെ കടവത്തൂർ തീപിടിച്ചപ്പോൾ ഒക്കെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഫയർ എഞ്ചിനുകളൊക്കെ തന്നെ വന്നു ചേർന്നുകൊണ്ട് ഫയർ ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ നന്നായി മെനക്കെട്ടിട്ടാണ് അവിടുത്തെ തീയൊക്കെ അണക്കാൻ സാധിച്ചത്. അപ്പം അങ്ങനെ കർമ്മനിരതരായി പ്രവർത്തിച്ചുകൊണ്ട് ഇവിടെ തന്നെ താമസിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഈ പ്രദേശത്ത് എന്തെങ്കിലും അതുപോലുള്ള ദുരന്തമുണ്ടായാൽ അഗ്നിബാധ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നതോടൊപ്പം തന്നെ പുതിയ തലമുറക്ക് ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും ഒക്കെ തന്നെ പറഞ്ഞു കൊടുക്കാൻ വേണ്ട പ്രത്യേക ക്ലാസുകളും നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടാണ് പാനൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഷെൽട്ടറിന്റെ പുതിയ കെട്ടിടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സവിത സി റിപ്പോർട്ട് അവതരണം നടത്തി. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ നൌഷത്ത് കൂടത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഒരു ടീമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം. ആ ഒരു ടീമിന്റെ ഒരു സ്വപ്നമാണ് ഇവിടെ പോവണിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, എന്നും കർമ്മനിരതരായിട്ട് 2015 മുതൽ ഏതൊരു ആപത്ഘട്ടത്തിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ പൊതുജനങ്ങളുടെ ഏത് ജീവനും സ്വത്തിനും അപകടകരമാകുന്ന ഏത് ഘട്ടത്തിലും ഓടിയെത്തുന്ന ടീമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം. പാനൂർ നഗരസഭാ കൗൺസിലർ ഷമീന, കുന്നൂത്തുറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഫസീല, മുകേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കനകം കുനിയിൽ, പന്നന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്നോയ S, ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N അനൂപ്, തൃപ്പങ്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മുല്ലശ്ശേരി, പാനൂർ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഷിജു MP, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KE കുഞ്ഞബ്ദുള്ള, V സുരേന്ദ്രൻ മാസ്റ്റർ, PK ഷാഹുൽ ഹമീദ്, P ദിനേശൻ, KC വിഷ്ണു, KK ബാലൻ, KP യൂസഫ്, രാമചന്ദ്രൻ ജോസ്ന, KP ശിവപ്രസാദ്, OK രജീഷ്, ബൈച്ചു കോട്ടായി, ഗിരീഷ് കുമാർ KK പുരുഷോത്തമൻ, K മോഹനൻ, സൂരജ് ധർമാലയം, സായന്ത് KP, രാജേഷ് കുമാർ RK എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിന് നിതിൻ അഗ്രവാൾ IPS സ്വാഗതവും ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ നന്ദിയും പറഞ്ഞു. ഉത്സവാന്തരീക്ഷത്തിലാണ് ചടങ്ങുകൾ നടന്നത്. സമഗ്ര ന്യൂസ് പാനൂർ.